നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്കും. നമ്മളിതിൻ്റെ ഫൗണ്ടേഷൻ വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ റൂട്ട് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ ഈ ഡ്രഗ് അഡിക്ഷൻ്റെ റൂട്ട് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 90% ഒന്നുകിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിത്തെ ഏതെങ്കിലും കസിൻ്റെ ഇരുന്നോ നമുക്ക് അവിടെ നിന്നേക്കാൾ നമ്മളിതിൻ്റെ ഫൗണ്ടേഷൻ തുടങ്ങിയേക്കാം. നമ്മളെല്ലാവരും ഈ സംഭവം കൂടി യൂസ് ചെയ്ത് തുടങ്ങിയാണ്ട് അവിടെ നിന്നേക്കാറ്. ഞാനും ഇങ്ങനെ തന്നെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിൻ്റെ ഇടയിൽ നിന്ന് യൂസ് ചെയ്ത് തുടങ്ങി. പിന്നെ ഫുള്ള് പുറത്തേക്ക് ഇറങ്ങണതും അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൻ്റെ അടുത്ത് ഇറങ്ങണ തന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആ ഒരു കണക്ഷൻ ബോണ്ടായിട്ട് മാത്രം മാറി. അവിടെ മീൻ ചെയ്യണത് നമ്മൾ ഫ്രണ്ട്സൊക്കെ ബാഡാണെങ്കിൽ ഓലൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്, നമ്മൾ ഓലപ്പം പുറത്ത് ഇറങ്ങരുത് അല്ലെങ്കിൽ ഓലപ്പം ടൈം സ്പെൻഡ് ചെയ്തതെന്നല്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഓലായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യണ കുറച്ചിട്ട് നമ്മളെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഓലെന്ത് ചെയ്യുക ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. അങ്ങനത്തെ ബാഡായിട്ടുള്ള ഫ്രണ്ട്സിനെ ഒഴിവാക്കിയിട്ട് അവിടെ വേറെ ഗുഡായിട്ടുള്ള ഫ്രണ്ട്സിനെ റിപ്ലേസ് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്താലും നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഓല് ബാഡായിട്ടുള്ള ആൾക്കാരായതുകൊണ്ടോ നമ്മൾ ബാഡായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമല്ല ഈ ഒരു ബാഡായിട്ടുള്ള ഹാബിറ്റ്സ് എപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത്. ഈ ഡ്രഗ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഫ്രണ്ട് സർക്കിളിൻ്റെ മാത്രം കുഴപ്പം കൊണ്ടല്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എൻവയോൺമെൻറ്റിൽ എന്താണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മളുള്ളത്, എൻവയോൺമെൻറ്റിൽ എന്ത് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മളെ ചുറ്റുപാടുള്ളത്, ഓലൊക്കെ അനുസരിച്ചായിരിക്കും നമ്മളെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മളെ സംഭവങ്ങളൊക്കെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, യു ആർ ദി ആവറേജ് ഓഫ് 5 people യു സ്പെൻഡ് ടൈം വിത്ത്. ഇപ്പോൾ നിങ്ങൾ കുറേ ഓണ്ടർപ്രണേഴ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓലതായിട്ട് ഷിഫ്റ്റ് ആവും. എന്ന പോലെ തന്നെ നമ്മളെപ്പോഴും ഈ ഡ്രഗ് ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളെ കൂടെയാണ് നമ്മൾ ലൈഫ് എന്നുണ്ടെങ്കിൽ 80% നമ്മളും ആ സംഭവം യൂസ് ചെയ്യാനും അതിന് അഡിക്റ്റീവ്